Happy birthday, Taliani. Wow, wow, wonderful. ഹലോ ഹലോ തുടരുമെന്ന് പറഞ്ഞ സിനിമ നേരാണല്ലോ ഉണ്ട് ഇവിടെ കണ്ടിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. രണ്ട് സിനിമ നടികൾ ഇന്നത്തെ കഥാനായിക. ഇല്ല 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 അതൊക്കെ നക്കി തിന്നിട്ടുണ്ടോ? മഞ്ഞക്കിളി ക്ലാസ് ഒക്കെ എടുത്ത് തകർത്ത് അടിഞ്ഞ് ജോർജ് ഷാൻ ജനമാൻ ജർമ്മക്കുട്ട ഇങ്ങോട്ട് നോക്കിയേ കേട്ടോ നമുക്ക് ജർമ്മക്കുട്ട എന്നാ ഇത് കൊച്ചാ പിടിക്കേണ്ടത്. എന്നാ കൊച്ചു വീഡിയോ എടുക്കണ്ടേ? എന്നാ എല്ലാവരുടെയും വീഡിയോ എടുക്കണം. ആ ഇത് ജിഷൻ അങ്കിള്. ആ അപ്പച്ചൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകൻ. പോകാനുള്ള തിരക്കുകളൊക്കെ ആയി തുടങ്ങിയത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമെന്നും പരിപാലകനല്ലോ സർവശക്തനല്ലയോ നിത്യസ്നേഹമല്ലയോ സ്തുതി എന്നും അവന് താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. ജ്ഞാനത്താൽ ആകാശത്തെ വാർത്തെടുത്തവൻ ഭൂതലത്തെ വെള്ളത്തിന്മേലുറപ്പിച്ചവൻ ദീപ്തി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ മോടിയായി വാണിടത്തിൽ സ്ഥാപിച്ചവൻ പരിപാലകനല്ലോ സർവശക്തനല്ലയോ നിത്യസ്നേഹമല്ലയോ സ്തുതി എന്നും അവന് താനുന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ തൻ സന്നിധിയിൽ എന്നും പ്രമോദമുണ്ടല്ലോ. ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ഉണ്ടാകണമേ. സന്തോഷകരമായ ജീവിതം തരണമേ. ദീർഘായുസ് എല്ലാവരെയും പ്രത്യേകിച്ച് ശാരീരികം ദീർഘായുസ്സും ആരോഗ്യായുസ്സും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ.
ആമേൻ. Happy birthday to you. Happy birthday to you. Happy birthday to you. May God bless you. May God bless you. May God bless you. May Amma happy birthday to you. Happy 60th birthday, Amma. Happy 60th birthday, Amma. Happy 60th birthday, dear Amma. Happy birthday to you. നമ്മൾ അങ്ങ് കൊടുക്കാനല്ലേ? കൊടുക്കാം. നീ പോയി കൊടുക്കുക എന്നിട്ട് വേണം ഞങ്ങൾക്ക് തരാൻ. നീ അങ്ങോട്ട് നീക്കിയെന്നെ കണ്ടേ.
എല്ലാം കൂടെ വന്നില്ലായിരുന്നല്ലേ? കൊച്ചിനെ പിടിക്കണോ? ഞാൻ മൊത്തം കൊടുത്താ കുറച്ച് പുറകോക്ക് നീക്കിയിട്ടാലോ? കുറച്ച് അങ്ങോട്ട് നീക്കിയാലോ? കണ്ടവനായി കഴിഞ്ഞാൽ വയറും കുറച്ച് കേക്ക് വേണോ? കേക്ക് വേണോ? കേക്ക് അതെ അതെ പൊന്നിന്റെ ആടയിൽ അങ്ങോട്ടാ പൊന്നിന്റെ പൊന്നാട അപ്പച്ചൻ പൊന്നാട എടുക്കുന്നതായിരിക്കും 60 പൊന്നിന്റെ നിറവിൽ പൊന്നാട ഇടിയിക്കാൻ അപ്പച്ചനെ ശ്രമിക്കും. അതെ മൊത്തത്തിൽ പൊന്നിൽ പൊതിയട്ടെ. നമുക്കൊരു വെറൈറ്റി എല്ലാരും ഒന്ന് കേട്ടേ. ഈ ഷഷ്ടിപൂർത്തിയായ സാലിക്ക് പൊന്നാട അടിക്കട്ടെ. ഷഷ്ടിപൂർത്തിയായ സാലിക്ക് ഷഷ്ടിപൂർത്തിയായ സാലിക്ക് പൊന്നാട അടിക്കട്ടെ.
ഷഷ്ടി പൂർത്തിയായല്ലേ? കൈയൊക്കെ എല്ലാവർക്കും കുറച്ച് ഓളം പിടിക്കാം. ദിനത്തിൽ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരാം നമുക്ക് മധുരമി പിറന്നാൾ ദിനത്തിൽ ആശംസ ചെണ്ടുകൾ ഏകുമീ ദിനത്തിൽ ഐശ്വര്യമാരോഗ്യം ആശംസിക്കുന്നു ചുവടു വെച്ച് പാടാം ആശംസ മനം നിറഞ്ഞു നേരാം ആശംസ ചുവടു വെച്ചു പാടാം ആശംസ മനം നിറച്ചു നേരാം പ്രാർത്ഥന മംഗളങ്ങൾ മാറിക്കോരിച്ചൊരിയാം നമുക്ക് ഷഷ്ടി പൂർത്തിയാഘോഷ ദിനത്തിൽ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരാം നമുക്ക് മധുരമി പിറന്നാൾ ദിനത്തിൽ സുദിനങ്ങൾ ചൊരിഞ്ഞവനാം സർവശക്തൻ നന്ദിയോടെന്നും സ്തുതി പാടിടാം അമ്മയ്ക്കായി ചൊരിഞ്ഞോരോ നന്മയ്ക്കായി എന്നുമെന്നും നന്ദിയേക വരും വർഷങ്ങളിൽ അനുഗ്രഹപൂമഴ സർവശക്തൻ പൊഴിച്ചിടട്ടെ ചുവടു വെച്ച് പാടാം ആശംസ മനം നിറച്ചു നേരാം ആശംസ ചുവടു വെച്ചു പാടാം ആശംസ മനം നിറച്ചു നേരാം പ്രാർത്ഥന മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്ക് ഷഷ്ടി പൂർത്തിയാഘോഷ ദിനത്തിൽ പ്രാർത്ഥനാ മംഗളങ്ങൾ നേരാം നമുക്ക് മധുരമി പിറന്നാൾ ദിനത്തിൽ ആശംസ ചെണ്ടുകൾ ഏകുമീ ദിനത്തിൽ ഐശ്വര്യം ആരോഗ്യം ദീർഘായുസ് ആശംസിക്കുന്നു ചുവടു വെച്ചു പാടാം ആശംസ മനം നിറച്ചു നേരാം ആശംസ ചുവടു വെച്ചു പാടാം ആശംസ മനം നിറച്ചു നേരാം പ്രാർത്ഥന ചുവടു വെച്ചു നേരാം ആശംസ മനം നിറച്ചു നേരാം പ്രാർത്ഥന അതാണ് 60-ൽ 6 ചുവടുകൾ വെച്ച് അമ്മ വീണ്ടും പിടിക്കുകയായി ചായോട് കിടക്കുന്നതായിരിക്കും. ആഘോഷിക്കുന്ന നമ്മുടെ അമ്മയ്ക്ക് ആശംസ അർപ്പിക്കാനായിട്ട് ഓരോരുത്തർക്കും മുന്നോട്ട് വരാവുന്നതാണ്. ലില്ലിക്കുട്ടിയാണ് സൗഭാപം കഴിഞ്ഞിട്ട് സൗഭാപന് 2 വാക്ക് ആശംസ നേടും. 60-ന്റെ നിറവിൽ എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊള്ളും. ഒട്ടിക്കുന്ന എടുക്കാം അല്ലേ? ആശംസ അർപ്പിക്കാനായിട്ട് സാബുവിനെ അവിടെ നിങ്ങോട്ട് സാബു അവിടെ ഇങ്ങോട്ട്. പ്രിയപ്പെട്ട ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ സാലിമ ചേച്ചി,
ചേട്ടായി, പ്രിയ ഭാഗങ്ങളിൽ 26ാമത്തെ വയസ്സിലാണ് സാലിമ ചേച്ചി കുഴിക്കോടിൽ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നത്. എങ്കിലും ഇന്ന് 60ാമത്തെ വാർഷികം ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഈ 60 വർഷവും ചേച്ചി ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക്. അത്രയേറെ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായി മാറിയ സാലിമ ചേച്ചിക്ക് ആദ്യം തന്നെ ബർത്ത്ഡേയുടെ എല്ലാവിധ നന്മകളും എല്ലാ ആയുരാരോഗ്യവും നേർന്നുകൊള്ളും. സാലിമ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കുടുംബത്തിന്റെ ഭാഗമായ എല്ലാവർക്കും അറിയാം. നമ്മുടെ കുടുംബത്തിലെ ഒരു ആദ്യമായി കുടുംബത്തിലേക്കും ഒരു കല്യാണം കഴിഞ്ഞ് ആദ്യം ഞങ്ങളെ കുടുംബത്തിലേക്ക് മൂത്ത ചേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യയാണ്. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യം മറ്റൊരു കുടുംബത്തിൽ നിന്ന് ആദ്യം കടന്നു വരുന്നത് സാലിമ ചേച്ചിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അതൊരു മറ്റൊരു കുടുംബത്തിൽ നിന്നാണെന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഒരിക്കലും തോന്നുന്ന ഒരു അന്തരീക്ഷം ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം ആയിട്ട് തന്നെയാണ് ഞങ്ങളെ എല്ലാവരെയും ചേച്ചി പരിഗണിക്കുകയും ഞങ്ങളും. അപ്പൊ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടും അതുപോലെ തന്നെ ഒരു ജ്യേഷ്ഠത്തി അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടും എല്ലാവർക്കും മാതൃകയായിട്ട്, അതിന് പ്രത്യേകിച്ച് അനിയത്തിമാർക്കല്ല, ഒരു കുടുംബത്തിലെ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഒരു കുടുംബിനി എങ്ങനെയായിരിക്കണം എന്ന്, ഒരു ഉത്തമ കുടുംബിനി എങ്ങനെയായിരിക്കണം എന്നുള്ള മാതൃക കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സ്നേഹം വിളമ്പി ആവോളം എല്ലാവരെയും സ്നേഹിച്ച് പരിഗണിച്ച് കുടുംബത്തിന്റെ ഭാഗമായി മാറിയ സാലിമ ചേച്ചിക്ക് ഞങ്ങൾ ഏവരുടെയും പേരിലുള്ളതായ ആത്മാർത്ഥമായ ജന്മദിന ആശംസകൾ നേരുകയാണ്. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ 60ാമത്തെ വയസ്സിൽ സന്തോഷിക്കുവാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. മൂത്ത രണ്ട് മക്കളുടെ വിവാഹം കഴിഞ്ഞുള്ള കുട്ടികളെ, പേരക്കുട്ടികളെ നോക്കുവാനും അതുപോലെ തന്നെ 2 തവണ വിദേശത്ത് പോയി അവരോടൊപ്പം അയക്കുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ചു. അപ്പോൾ ആ രീതിയിലുള്ളതായ ചുമതലകളെല്ലാം വേറെ ഭംഗിയായിട്ട് നിർവഹിച്ചു. ഒപ്പം തന്നെ ഔദ്യോഗിക ജീവിതത്തിൽ ദീർഘകാലം ഹെഡ് മിസ്ട്രസ് ആയിട്ടും അതിനു മുമ്പ് തന്നെ അധ്യാപികയായിട്ടും ഒക്കെ എല്ലാ മേഖലകളിലും തൻ്റെ ഒരു ചുമതലകൾ എല്ലായിടത്തും പ്രശംസനീയമായ രീതിയിൽ ആ ചുമതലകൾ നിർവഹിക്കുവാനായിട്ട് ചേച്ചിക്ക് സാധിച്ചു. വീണ്ടും നീണ്ട വർഷങ്ങൾ ചേച്ചിക്ക് ഈ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ സഹോദരങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും സപ്പോർട്ടും നൽകി തുടർന്നും ചേട്ടനോടൊപ്പം ദീർഘായുസ് ഈ കുടുംബത്തെ ആയിരിക്കുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളെ എല്ലാവരുടെയും ജന്മദിന ആശംസകൾ നല്ല ആശംസകൾ. സാറിന്റെ സമ്മാനം വാച്ച് ജീവിതം കഴിഞ്ഞിട്ട് വരുന്നപ്പോൾ അന്നായിരുന്നു സമയത്തിന്റെ ഓട്ടം. തണ്ണിച്ചായൻ ചേരുന്നുണ്ട്. തണ്ണിച്ചായൻ പറയുന്നതാണ് തണ്ണിച്ചായൻ്റെ വാക്ക്. ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സാരിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ദൈവം കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അതായത് ദീർഘായുസ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ രണ്ടുപേരും
നീ പറയാം സ്നേഹമുള്ള സലിംസിക്ക് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന സലിംസിക്ക് എല്ലാവിധ മംഗളങ്ങളും അതുപോലെ മുമ്പോട്ട് ജീവിതം സന്തോഷപ്രദമാകട്ടെ. പ്രാർത്ഥന തന്നെ എല്ലാം ഞങ്ങൾക്കും അതാണ് ഏറ്റവും വലിയ ബലം. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളും. അറുപതാം പിറന്നാൾ ആഘോഷിക്കുന്ന സാരി ചേച്ചിക്ക് ഈ കുടുംബത്തിലേക്ക് വരുന്ന കുഞ്ഞെണ്ണീട്ടി എന്ന നിലയിൽ ഏറ്റവും ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഒരു ഞങ്ങളുടെ ഉദ്ദേശിച്ച ജോമോനും എനിക്കൊക്കെ വേണ്ടി ധാരണ ചേച്ചി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി നന്ദി. ഇനി ഇതുപോലെയുള്ള 60ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഈ സന്തോഷമായ ദിനത്തിൽ ഈശ്വരനോട് നന്ദി പറയുന്നു. ഇങ്ങനെ അവസരം തന്നതിന് ഈശ്വരനോട് ഈ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് ഒരു പരിമിതിയില്ലാത്ത രീതിയിൽ നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ളൊരു അവസരം നൽകി യേശുവിന് നന്ദി പറയുന്നു. സാലിമയ്ക്കും ദേവിക്കും വളരെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും സൗഭാഗ്യങ്ങളും മറുപടി ഈശോയോട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ദുരിതായിട്ട് പോയി ഇപ്പോൾ ഉള്ള അവസ്ഥ നന്നായിട്ട് ഈശ്വരന് സമർപ്പിക്കാനും സമൂഹത്തിന് സമർപ്പിക്കുവാനും സാലിമയ്ക്ക് ശക്തമാവട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശംസിക്കുകയും ചെയ്തു. ആദ്യം എനിക്ക് 60ാം ദിന പിറന്നാൾ ആശംസിക്കുന്നു. ഒരു പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു എന്തൂസിയാസം ഭയങ്കര സ്പ്രെഡ് ചെയ്യുന്ന എന്തൂസിയാസം കണ്ടോ ഇപ്പൊ കണ്ടോ ആ ഒരു ഇത് വളരെയധികം വളരെ നല്ലതാണ്. അതിനൊരു പ്രത്യേക ഒരുപാട് കൊടുക്കണിയാണ്. എല്ലാരും പറയാൻ വിട്ടുപോയ പോയിന്റാ ആ എന്തൂസിയാസം. കറക്റ്റ്. അപ്പൊ അത് ഇനിയും തുടരണം. വയസ്സ് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കഴിവ് മൂലം വയസ്സ് പുറകോട്ട് പോകണം. അതുകൊണ്ടായിരിക്കും 6 60 ഒന്നുപോലെ അതെ അതെ. നന്ദി. എല്ലാവരുടെയും ആശംസ സ്വീകരിച്ചുകൊണ്ട് നന്ദിയുടെ വാക്കുകൾ. എൻ്റെ അച്ഛനും അമ്മച്ചിയും ചാച്ചനും അമ്മയും എൻ്റെ അച്ഛനും അമ്മച്ചിയും കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചാച്ചനും അമ്മയാണ്. അവരോട് നന്ദി പറയാൻ കടപ്പെട്ടാണ്. എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ ഈ അവസരത്തിൽ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ അമ്മയെ തന്നെ ഞാൻ കരുതിയിരുന്ന എൻ്റെ അച്ഛനായി കരുതിയിരുന്ന എൻ്റെ ചാച്ചനെ അമ്മച്ചി ഓർത്ത് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ഞങ്ങളിവിടെ അങ്ങനെ സാധാരണ ഒരു ബർത്ത്ഡേ ആഘോഷമൊന്നും വലിയ കാര്യമായിട്ടൊന്നും നടത്താറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ എല്ലാവരും ഒന്ന് വിളിച്ച് നമുക്ക് സന്തോഷിക്കുക, അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ ഈ സന്തോഷം നിങ്ങളെല്ലാവരും വിളിച്ചവരെല്ലാവരും തന്നെ വന്നു എന്നുള്ള വലിയൊരു സന്തോഷം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ബേസിനെ സാവ് പറഞ്ഞു 26 വയസ്സിൽ ഞാൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞപ്പം പോലെ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു ബേസിനെ. എൻ്റെ ബേസിനാണ് എന്നെ ഈ ഇതുപോലെ ആക്കിയതെന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം എൻ്റെ എല്ലാ വളർച്ചയിലും തളർച്ചയിലും എല്ലാം എൻ്റെ കൂടെ നടന്ന് പിണക്കമൊക്കെ ഉണ്ടാകും, പിണക്കവും ഒക്കെ ജീവിതത്തിലുണ്ടാകും. എങ്കിലും എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ അസ്വസ്ഥതകളിലെ ബുദ്ധിമുട്ടുകളിലെ പ്രയാസങ്ങളിലൊക്കെ എന്നോട് ചേർത്ത് പിടിച്ച്, പക്ഷെ ഞാൻ വിഷമങ്ങൾ പറയുമ്പോൾ പുറമെ ഒന്നും കാണിക്കില്ല, ഒന്നും മിണ്ടത്തൊന്നുമില്ല. വേദനയാണ് വിഷമം മൈൻഡ് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ ആണുങ്ങളുടെ ഒരു സ്വഭാവമല്ലോ, അങ്ങനെയാണല്ലോ. കാരണം നമ്മളെപ്പോഴും വേവലാതി പറയുമ്പോഴത്തേനും ആണുങ്ങൾക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു തളർച്ചയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിനെപ്പോഴും എൻ്റെ വേദനകളിൽ വിഷമങ്ങളിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സപ്പോർട്ടായിരുന്നു എപ്പോഴും എനിക്ക്. അതാണ് എന്നെ ഇത്ര മാത്രം ഉയർത്തിയത്. അതുപോലെ എൻ്റെ പിള്ളേരും എൻ്റെ സഹോദരങ്ങൾ ഉമ്മിച്ചൻ, സാബു, അതുപോലെ ബിസി, ജോമോൻ, ഇവരൊക്കെ ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേന് എന്നെ സ്വീകരിച്ചതും എല്ലാം ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഇന്നലെ എന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ മക്കളെയാണെങ്കിൽ സാബുവും
ജിമ്മിച്ചനും രോമോനും ഒക്കെ ഈസിയൊക്കെ കൊണ്ടു നടന്നതും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അവരെയൊക്കെ ഞാൻ വളരെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അവരെന്നെ അതുപോലെ എന്നെ സ്നേഹിച്ചിരുന്നു. അതുപോലെ എൻ്റെ അതെ രോമോനൊക്കെയാണ് ഒത്തിരി പറയാനുണ്ട് എന്നെ പിള്ളേരെ കാര്യങ്ങളൊക്കെ. സാബു ഒത്തിരി കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒരുപോലെ കാണാനും എല്ലാവരും അംഗീകരിക്കുവാനും എല്ലാവർക്കും സ്നേഹം കൊടുക്കുവാനും ഒക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. എത്രത്തോളം ആരും എനിക്കറിയത്തില്ല. എങ്കിലും സാബു പറഞ്ഞതിന് എനിക്ക് മനസ്സിലായി. കുറേയൊക്കെ സാബു ജിമിച്ചനെ അമ്മയെന്ന് പറയുന്ന സ്ഥാനം കൊടുത്തു. എനിക്ക് അമ്മയുടെ സ്ഥാനം അപ്പം എനിക്ക് മനസ്സിൽ മാറുന്നു. അതുപോലെ ഓരോരുത്തർ ജോമോനും എല്ലാവരും വന്ന് അവരും സീമയും ലീനായും സോഫി കഴിഞ്ഞ ദിവസം തന്നെ ചേച്ചി സ്വരം കേട്ടു. ഒത്തിരി നാളായല്ലോ ചേച്ചി കാനഡയ്ക്ക് പോകുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതുകൊണ്ട് ഞാനങ്ങനെ പോകുന്ന ആഘോഷിച്ച് പറഞ്ഞൊന്നും കൊട്ടിക്കൊഷിച്ച് പറഞ്ഞൊന്നുമില്ല. അപ്പോൾ സോഫി ഇന്നലെ ഒരു പരാതി പറഞ്ഞു, ചേച്ചി പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇവിടെ വിഷമം ഞാൻ പറഞ്ഞു അടിമോളെ ഞാൻ 2 മാസം പോയി നിൽക്കാൻ പോയതല്ലല്ലോ, ഇനി വരുമല്ല, അതുകൊണ്ടാണ് പറയാനും പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ എന്നെ കുറിച്ച് മനസ്സിൽ ഒത്തിരി പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്നത് പോരാമെന്ന് തോന്നലുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷെ ആയിക്കോട്ടെ, എനിക്ക് എല്ലാവരെയും ഒരുപോലെ ഞാൻ കണ്ടിരുന്നു. അതുപോലെ എൻ്റെ മുത്തുമോനെ അജിത്ത് സാൻഡൻ, എനിക്ക് 3 പേരും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഈ 3 പേരും ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അജിത്താണ് കൂടുതൽ സംസാരിക്കാത്തത്. എന്നാലും എനിക്ക് അവിടെ ചെന്നപ്പം അവൻ്റെ സ്നേഹം എനിക്ക് ഒത്തിരി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒത്തിരി സംസാരിക്കുകയില്ലെങ്കിലും അത് നമ്മളെ ഒത്തിരി മനസ്സിലാക്കുന്നു. അങ്ങനെ അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ അവിടെ ചുമ്മാ ഇരുന്നാൽ മതി എന്നോട് പറയായിരുന്നു. അമ്മ ഒന്നും ചെയ്യണ്ട, അമ്മ അവിടെ ചുമ്മാ ഇരുന്നാൽ മതി എന്നോട് പറയും. അപ്പോൾ അതുപോലെ ജിത്തുമോനാണെങ്കിലും ഒത്തിരി സംസാരിക്കില്ല. അവൻ്റെ സ്നേഹം എനിക്ക് മുട്ടിപ്പുങ്കളുടെ കേക്കും ഒക്കെ എന്തെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു ഇപ്പം തന്നെ അതെല്ലാ കാര്യങ്ങളും അതുപോലെയാണ്. അതുപോലെ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോൾ ദേശത്തിനും പിള്ളേർക്കുള്ള പ്രശ്നം എല്ലാ സാധനങ്ങളും എല്ലാം ഇവിടെ എത്തിക്കുമായിരുന്നു. അതുപോലെ സാൻഡിലാണെങ്കിലും എപ്പോഴും വിളിച്ചും ആശ്വസിപ്പിച്ചും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞും ഒക്കെ എപ്പോഴും ഉണ്ട്. എപ്പോഴും ലൈവായിട്ട് ഇവിടെ ഉണ്ട് നമ്മുടെ സാൻഡിൽ. ഇപ്പം എന്താ സമ്മാനം എല്ലാവരും എന്നെ ഒത്തിരിയേറെ സ്നേഹിച്ചെനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കിഷനുണ്ട്, റാണിയുണ്ട്, പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അവർ വെള്ളിയാഴ്ച പോകും. അവർ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ആകർഷണം നടത്തണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നാളെ വെച്ചാൽ ഇവരൊക്കെ പനിയായിരുന്നു, സുഖമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം വ്യാഴാഴ്ച അവർക്ക് പാക്ക് ചെയ്യേണ്ട മാറ്റുന്നതുകൊണ്ട് ഇങ്ങനെ തീരുമാനിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ എൻ്റെ വീട്ടുകാർ എനിക്ക് ഏറ്റവും സന്തോഷം വിട്ടുപോയി. ഞാൻ ഒത്തിരി സന്തോഷം. ആദ്യമേ തുരുത്തി എന്നുള്ളവരാണ് ഇവിടെയും വെറ്റി സൺഷൈനും ചെറുമോനും വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഒത്തിരി അങ്ങ് നിറഞ്ഞു. തുരുത്തിക്കാരെല്ലാം വന്നപ്പോൾ ഒത്തിരി സന്തോഷം. എല്ലാവർക്കും സാഹചര്യമെങ്കിലും എല്ലാവരുടെ സാന്നിധ്യം ഒരു സന്തോഷം കൊണ്ട് എൻ്റെ കാര്യം പുണരുകയായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി. എനിക്ക് ഒത്തിരി പറയാനുണ്ട്. സമയപരിമിതി പോലെ ഞാൻ നിർത്തുവാണ്. അതുപോലെ അന്നയാണ് ന്യൂനിയാണേലും എല്ലാം എൻ്റെ കൊച്ചുമക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ വളരെ സന്തോഷത്തോടുകൂടിയായിരിക്കുന്നു. കുറ്റത്തിലായിരിക്കുന്നു എല്ലാവരും ഉണ്ട്. എല്ലാവരും ആരെയും വിട്ടുപോയിട്ടില്ല. വളരെ കാര്യമായിട്ടല്ല എല്ലാവരും വളരെ നന്നായിട്ട് സ്നേഹിച്ച് അതുപോലെ കുട്ടച്ചന എല്ലാവരും തന്ന സ്നേഹത്തിന് പ്രശ്നം കഴിക്കുക. 35ാം വാർഷികമായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ 19. അതിൻ്റെ കൂടെ 35ാം വാർഷികത്തിന് അതെ കാണാൻ പാടാണ്. അവൻ്റെ പോലും ഞാൻ ഒരു അപ്പൊ നമുക്ക് നമ്മളെല്ലാരും ഒത്തുകൂടിയിരിക്കുന്ന ഈ ഒരു സമയം ശരിക്കും അനുഗ്രഹീതമാക്കി തീർത്ത് നമ്മുടെ ദൈവത്തിന് ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ,
എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. പ്രവർത്തിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. എൻ്റെ മോക്കും മോക്കും പ്രത്യേകം നന്ദി. അതുപോലെ അലങ്കരിച്ചു ഇന്ന് രാവിലെ വരെയും പനി പിടിച്ച് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുവായിരുന്നു. അവസാനം എല്ലാരും വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് എനർജി കൂടി. അമ്മയ്ക്ക് പനിയൊന്നും നോക്കുന്നില്ല. അമ്മ എല്ലാ കുട്ടികൾക്കും ഓടി നടന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാന് അവിടെ ക്ലാസ്സിൽ പോയ സമയത്ത് അവിടെ ബെഡിലാണ് പനി പിടിച്ച് കിടക്കുവാന്ന് പറഞ്ഞത്. പിന്നെ എല്ലാരും വരുന്നത് എല്ലാരെയും കാണാമല്ലോ. എല്ലാരും കൂടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് പനിയൊക്കെ മറന്ന് കൂടുതൽ ഒത്തിരി വരെ എനർജി ആയി കണ്ടോ. ഒത്തിരി വന്നപ്പോ പാടിയിരുന്ന ഫുൾ ചോദിക്കേ പിള്ളേർ കത്രിയും കണ്ടു. ഓഹോ അതെ അതെ നല്ല രസമുണ്ടല്ലോ.